എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ എയർപോർട്ടിനോട് ചേർന്നുള്ള രണ്ട് വ്യൂ പോയിൻറ്റും, കല്ലുംകൂട്ടം വ്യൂ പോയിൻറ്റും, അതുപോലെ എയർപോർട്ടിൽ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിൻറ്റും കൂടെയാണ് കാണിക്കുന്നത്. ഇത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡുള്ള മെയിൻ എൻട്രൻസ് ആണ്. അങ്ങ് ദൂരെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് സിയാൽ ഇൻ്റർനാഷണൽ അതായത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഡിജി യാത്ര ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നുള്ള ബോർഡ് കാണാം. ഇത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാനായിട്ട് പറ്റും. വൺസ് രജിസ്റ്റേർഡ് ചെയ്ത് നമ്മുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും കയ്യിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഫേസ് വെച്ച് നമുക്കതിൽ ബോർഡ് ചെയ്ത് കയറി പോകുന്നതായിരിക്കും. ഒരു നല്ല ഓപ്ഷനാണ്. നമുക്കറിയാം ഈ ഒരു ഏരിയ, അതായത് എയർപോർട്ടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിദേശ യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന ആൾക്കാർക്കും പ്രവാസികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അവരെ കൊണ്ടാക്കാൻ പോകുന്ന ആൾക്കാരുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാവും. അതായത് ഇനി എത്ര നാൾ കഴിഞ്ഞാൽ ഇവരെ കാണുന്നത്, എയർപോർട്ടിനകത്തോട്ട് കയറിയാൽ ഇനി അവരെ കാണാനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു നെഞ്ചിടിപ്പും വിങ്ങലൊക്കെ ഉണ്ടാകുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ കറങ്ങാനായിട്ടും ആദ്യമായിട്ട് പോകുന്നവർക്ക് വിമാനത്തെ കയറാം എന്നുള്ള സന്തോഷം, അതായത് രണ്ട് ഫീലിങ്ങുകൾ, സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്ന ഒരു ഏരിയയാണ് ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് എയർപോർട്ടിൻ്റെ അകം വരെ കയറുന്ന ഏരിയ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ എയർപോർട്ടിൻ്റെ പരിസരമൊക്കെ പൂക്കളും ഇതുമെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അതുപോലെ ഇപ്പം മഴയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഗ്രീനറിയോടുകൂടി ലഷ് ഗ്രീനായിട്ടാണ് ചെടികളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ണിനും കാണാൻ നല്ലൊരു കുളിർമയുണ്ട്. ആകാശമൊക്കെ ക്ലിയർ ആയതുകൊണ്ട് നല്ലൊരു വൈബ്രൻസാണ് ഇന്ന് എയർപോർട്ടിൻ്റെ പരിസരമെല്ലാം കാണാൻ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിന് മുമ്പിലുള്ള ടോൾ ഗേറ്റിൻ്റെ അവിടെയാണ് വരുന്നത്. അതായത് ഇവിടുന്ന് എൻ്ററായി 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. 10 മിനിറ്റ്സിൽ കൂടുതലായാൽ നമ്മുടെ ഫാസ്ടാഗിൽ നിന്ന് അവരതിൻ്റെ എമൗണ്ട് കട്ട് ചെയ്യുന്നതാണ്. ചില സമയത്ത് ഫാസ്ടാഗ് വർക്കായില്ലെങ്കിൽ ക്യാഷായിട്ടും അവർ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പം ഫാസ്ടാഗിലൂടെ മാത്രമാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചർ ടെർമിനലിലോട്ട് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവർ കയറി ഇപ്പം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുടെ ചങ്കെടുപ്പ് കൂടി, അയ്യോ ഇനി എത്ര നാൾ കഴിഞ്ഞാണ് കേരളത്തിലോട്ട് എന്ന് പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മളവരുടെ ഡ്രോപ്പിംഗ് ഏരിയയിലോട്ട് ഇറങ്ങി. അങ്ങനെ ആളെയും ഡ്രോപ്പ് ചെയ്ത് ലഗേജിൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ മതി. ഇത് അവിടെ ഒരു ഗോ ഫസ്റ്റിൻ്റെ ഫ്ലൈറ്റാണ് അവിടെ കിടക്കുന്നത്. ഒരു വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അത് വർക്കിംഗ് അല്ലാഞ്ഞിട്ടാണോ എന്ത് ഇഷ്യൂ കൊണ്ടാണ് അവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. എപ്പോൾ എയർപോർട്ടിൽ വന്നാലും നോക്കാറുണ്ട് ആ ഫ്ലൈറ്റ് അവിടെ ഉണ്ടോ, അവിടുന്ന് പോയോന്ന്. എന്നും അവിടെ പാർക്കിങ്ങിൽ കാണാം. അത്രയും വിലയുള്ള ഒരു നല്ല ഫ്ലൈറ്റ് അവിടെ യൂസ്ലെസ് ആയിട്ട് കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഷമമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അതവിടെ പാർക്കിംഗ് കിടക്കുന്നത്, എന്ത് ഇഷ്യൂ ആണെന്നുള്ളത് അറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരല്ലേ സിയാലിലോ എയർപോർട്ട് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പലർക്കും ഡൗട്ട് കാണും അങ്ങനെ ഒരു ഫ്ലൈറ്റ് അവിടെ പൊടി പിടിച്ച് കിടക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ട് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ നമ്മൾ ഏകദേശം 9 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ. നമ്മളുടെ 10 മിനിറ്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമ്മളിവിടെ വന്ന് നമ്മളുടെ ഗേറ്റ് ഓപ്പണായി നമ്മൾ പോവുകയാണ്. അതുപോലെ എന്ന് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 പോയിൻ്റ് ഉണ്ട്, വ്യൂ പോയിൻ്റ് പോലെയുള്ള, അവിടെ ചെന്ന് പ്ലെയിൻ സ്പോട്ടിങ്ങും അതുപോലെ ട്രെയിൻ സ്പോട്ടിങ്ങും ചെയ്യാറുണ്ട്. അപ്പം ഇന്നും നമ്മുടെ പതിവ് തെറ്റിക്കാതെ ഡയറക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഈ ഫ്ലൈ ഓവർ കയറി റൈറ്റ് സൈഡിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ റോഡല്ലാതെ അവിടുന്ന് താഴേക്കുള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് കയറി അടുത്ത ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ ട്രാക്കും അതുപോലെ
ലെഫ്റ്റ് സൈഡിൽ സിയാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന്, അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയും അവിടുന്ന് ടേക്ക് ഓഫും ലാൻഡിങ് ചെയ്യുന്നത് നമുക്ക് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ആൾക്കാരെ ഇറക്കാനും കൂട്ടാനും വന്നിരിക്കുന്ന ഒട്ടനവധി പേര് അവിടെ കാണുമായിരിക്കും. പിള്ളേരായിട്ടും പ്രായമുള്ളവരായിട്ടും അപ്പച്ചന്മാരായിട്ടും എല്ലാ പ്രായത്തിലും ഉള്ള ആൾക്കാരും അവിടെ വന്ന് വിമാനം ലാൻഡ് ചെയ്യുന്നതും പറന്ന് ഉയർന്ന് പൊങ്ങിപ്പോകുന്നത് കാണാനായിട്ടും അതുപോലെ തന്നെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാനായിട്ട് അവിടെ നിൽക്കുന്നത് കാണാം. ഇടയ്ക്ക് എന്തോ ഒരു തവണ വന്നപ്പോഴത്തേക്ക് അവിടെ വന്ദേ ഭാരത് കണ്ട് പ്രായമുള്ള ആൾക്കാർ വളരെ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും, അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ എന്തോ ഒരു വലിയ കാര്യം അവർ അച്ചീവ് ചെയ്തെന്നുള്ള രീതിയിലായിരുന്നു അവരുടെ മുഖത്ത് സന്തോഷവും എക്സ്പ്രഷനൊക്കെ. അതൊക്കെ ഒരു സ്പോർട്ടിങ് ആളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒട്ടനവധി മൊമെൻറ്റുകൾ ഈ സ്പോർട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ട്രെയിൻ ഏതെങ്കിലും വരുമോയെന്ന് നമുക്ക് നോക്കാം. പോയിന്റ് ഇവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു ഫ്ലൈറ്റാണ് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ഫ്ലൈറ്റാണ് അത്. മസ്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റാണെന്നാണ് തോന്നുന്നത്. ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾക്കും അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുമോ നോക്കാം. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൺവേയിലോട്ട് പോകുന്ന വഴിയിലാണ്. അതിനോടൊപ്പം തന്നെ നമുക്കിത് ഇവിടുന്ന് വേറെ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വരുന്നത് കാണാം. അത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. കൊളംബോയിൽ നിന്ന് കൊച്ചിക്ക് വരുന്ന ഒരു ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലാൻഡിങ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടേക്ക് ഓഫ് കാണാമെന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ചെയ്യാം. എയർ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ടേക്ക് ഓഫ് നമുക്ക് കിട്ടിയില്ല, കാരണം അത് അപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ടേക്ക് ഓഫ് നമുക്ക് മിസ്സായി. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്പോട്ട് മാറ്റി അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വരുന്ന ഒരു വിസ്താരയുടെ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് കഴിഞ്ഞ് ഇപ്പോൾ റൺവേയിലൂടെ വന്ന് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിസ്താര ബാംഗ്ലൂർ ടു കൊച്ചിൻ. മുമ്പേ വന്ന് ലാൻഡ് ചെയ്ത വിസ്താര തന്നെയാണ്. ഇവിടുന്ന് തിരിച്ച് ആളെ ഇറക്കി അടുത്ത് കയറ്റി കുറച്ച് നേരം ഡിലേ കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതാണ്. ഇവിടെ കൊച്ചി ടു ബാംഗ്ലൂർ പോകുന്ന വിസ്താരയുടെ സെയിം ഫ്ലൈറ്റ് തന്നെയാണത്. ആകാശം ക്ലിയർ ആയതുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ അടിപൊളിയാണ്. സൂപ്പർ. അടുത്ത ടേക്ക് ഓഫ് ഇൻഡിഗോയുടെ A320-251N വിമാനമാണ് പോകുന്നത്. ഇത് കൊച്ചി ടു ഡൽഹിക്ക് പോണ ഫ്ലൈറ്റാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം ഇൻഡിഗോയുടെ വൈറ്റ് ആൻഡ് ബ്ലൂ ലിവറിയും അതുപോലെ തന്നെ സ്കൈയും ഇന്ന് സെയിം കോമ്പിനേഷനിലാണ്. രണ്ടും സെയിം. അടുത്തതായിട്ട് അലയൻസ് എയറിൻ്റെ ATR വിമാനമാണ് പോകുന്നത്. കുഞ്ഞു വിമാനം ATR വിമാനം ഇവിടെ നിന്ന് അകത്തേക്ക് പോകുന്നതാണ് രാവിലെ. അതുപോലെ ഇതിൽ നമ്മൾ ട്രെയിനിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏത് സൈഡിലോട്ട്, ഇപ്പം എറണാകുളം സൈഡിലോട്ടുള്ള ട്രെയിനായാലും ആലുവ സൈഡിലോട്ടുള്ള ട്രെയിനാണെങ്കിലും നമ്മൾ വേർ ഇസ് ദ ട്രെയിൻ ആപ്ലിക്കേഷൻ കയറി എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിൻ്റെ ടൈമിങ്ങും എവിടം വരെ ആയെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്ലൈറ്റ് റഡാർ 24 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ്. ഈ രണ്ട് ആപ്ലിക്കേഷനും നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ ബേസ് വെർഷൻ, പിന്നെ ഫ്ലൈറ്റ് റഡാർ 24 നമുക്ക് കൂടിയ വെർഷനുകൾ സിൽവർ, ഗോൾഡ് അതൊക്കെ എടുക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പോലെയുണ്ട്. അതിൻ്റേത് ആവശ്യമില്ല. നോർമൽ ജസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത്യാവശ്യം ഐഡിയാസ് കിട്ടുന്നതാണ്. അതിൽ രണ്ടാമത് പറഞ്ഞ കല്ലിൻകൂട്ടം വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കാണ് നല്ല മഴയാണ്. അതുകൊണ്ട് മഴ കാരണം ഒത്തിരി നേരം നമുക്ക് അവിടെ നിന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം കല്ലിൻകൂട്ടം വ്യൂ പോയിൻറ്റിൻ്റെ സ്പോട്ടിംഗ് വീഡിയോ പിന്നീട് ഒരിക്കലും ചെയ്യാം. ഭയങ്കര ശക്തിയായ മഴയാണ്. അതുകൊണ്ട് ഇന്നത്തെ സ്പോട്ടിംഗ് വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കല്ലിൻകൂട്ടം വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.